പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ തെരഞ്ഞെടുപ്പിൻ്റെ അന്തിമഘട്ടത്തിലേക്ക്, തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. ഏപ്രിൽ 9 ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ. സുഹൃത്തുക്കളെ, മറ്റ് തെരഞ്ഞെടുപ്പുകളിൽ നിന്നും ഈ തെരഞ്ഞെടുപ്പിന് ചില പ്രത്യേകതകളുണ്ട് എന്ന് പൊതുപ്രവർത്തകനായിട്ടുള്ള ഞാൻ നിരീക്ഷിച്ചു. ആ കാര്യം എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. സുഹൃത്തുക്കളെ, സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് രാഷ്ട്രീയ പാർട്ടികളാണ്. ഭരണപക്ഷം അവരുടെ അധികാരം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള പ്രചരണം നടത്തും, പ്രതിപക്ഷം അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ടുള്ള പ്രചരണം നടത്തും. ഇപ്പോൾ കേരളത്തിൽ മൂന്നാമത് ദേശീയ ജനാധിപത്യ സഖ്യം എന്ന് പറഞ്ഞിട്ടൊരു മുന്നണിയുണ്ട്. അവരും തങ്ങൾ അധികാരത്തിൽ വരാൻ ഉള്ള സാധ്യത കുറവാണെന്ന് അവർക്കറിയാമെങ്കിലും അവരും ശക്തമായി തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രചരണങ്ങളുമായി മുന്നിൽ നിൽക്കുന്നത് സാധാരണഗതിയിൽ രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ മുന്നണികളുമാണ്. അത് കേരളത്തിലാണെങ്കിൽ LDF അധികാരം നിലനിർത്താൻ, UDF അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ, BJPയും അവരും ഇങ്ങനെ വികസനമൊക്കെ പറഞ്ഞ് അവരും നിൽപ്പുണ്ട്. അപ്പോൾ ഈ മുന്നണികളുടെ നേതൃത്വത്തിലാണ് സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ കൊടുമ്പിരി കൊള്ളുക. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത എന്താ സുഹൃത്തുക്കളെ? മുന്നണികൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, അവർ സജീവമാണ്. പക്ഷേ മറ്റ് തെരഞ്ഞെടുപ്പുകളിൽ നിന്നും വ്യത്യസ്തമായി നമുക്ക് പ്രകടമായി തന്നെ കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, കേരളത്തിൽ 10 വർഷക്കാലമായി അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റിനെതിരെ ജനങ്ങൾ പ്രചരണ രംഗത്താണ് എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ജനങ്ങൾ, അത് ഞാൻ പറയുമ്പോൾ അത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എന്നും ഞാൻ പറയും. ഇതിൻ്റെ ഒരു ചെറിയ രൂപം 2006 തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടു. 2006 തെരഞ്ഞെടുപ്പിലും അന്നത്തെ ഭരണകക്ഷിയായിട്ടുള്ള UDF സർക്കാരിനെതിരെ അന്ന് ജനങ്ങൾ ശക്തമായിട്ടുള്ള ഒരു പ്രതിരോധ നിര വികസിപ്പിച്ചിരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം 2001-2006 കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനിഷേധ്യ നേതാവായിരുന്ന ഒരു ലെജൻഡറി ആയിരുന്ന VS അച്യുതാനന്ദൻ 2001-2006 നടത്തിയ ജനകീയ പ്രക്ഷോഭങ്ങളുടെ ഒരു ആകത്തുകയായിരുന്നു. അദ്ദേഹം 5 വർഷക്കാലത്തിനിടയിൽ നടത്തിയ ഭൂമി കയ്യേറ്റം, ഈ പറഞ്ഞ പോലെ വനം കൊള്ള, മനുഷ്യാവകാശ ലംഘനങ്ങൾ, ലോട്ടറി തട്ടിപ്പ്, സ്ത്രീ പീഡനം, ഇതൊക്കെയായി ബന്ധപ്പെട്ട് അദ്ദേഹം 2001-2006 കാലഘട്ടത്തിൽ ലക്ഷക്കണക്കിനായിട്ടുള്ള ജനങ്ങളെ അദ്ദേഹം അണിനിരത്തി. ആ ജനങ്ങൾ 2006 തെരഞ്ഞെടുപ്പിൽ അതിശക്തമായി അന്ന് അധികാരത്തിൽ ഇരുന്ന UDF സർക്കാരിനെതിരെ അണിനിരന്നു. അപ്പോൾ അന്നും ജനങ്ങളുടെ ഒരു പങ്കാളിത്തം തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്നു. അന്നും ഈ പറഞ്ഞ പോലെ മുന്നണികളൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലൊക്കെ നേതൃത്വം കൊടുത്തിരുന്നുവെങ്കിലും ജനങ്ങളുടെ ഒരു അതോറിറ്റി ആ തെരഞ്ഞെടുപ്പിലും പ്രകടമായിരുന്നു. പക്ഷെ അന്ന് 2006 ഈ പറയുന്നത് പോലെ ഈ സാമൂഹ്യ മാധ്യമങ്ങൾ, അതിൻ്റെ സ്വാധീനം അതൊന്നും 2006 ഉണ്ടായിരുന്നില്ല. അതിൻ്റെയൊക്കെ തുടക്ക കാലഘട്ടമായിരുന്നു. അന്ന് മൊബൈൽ ഫോണിൻ്റെ പോലും ഏതാണ്ട് തുടക്ക കാലഘട്ടമായിരുന്നു. പക്ഷെ അന്ന് ആ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ സജീവമായി ഇടപെടാനുള്ള പ്രധാനപ്പെട്ട കാരണം, അതിന് തൊട്ടു മുമ്പത്തെ 5 വർഷക്കാലം അച്യുതാനന്ദൻ എന്ന് പറയുന്ന നേതാവിൻ്റെ നേതൃത്വത്തിൽ ജനങ്ങളെ സംഘടിപ്പിക്കാൻ നടത്തിയിട്ടുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് അന്ന് ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ സജീവമായി ഇടപെട്ടത്, പ്രത്യേകിച്ച് സ്ത്രീകൾ. എന്നാൽ 2026 തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത എന്താ സുഹൃത്തുക്കളെ? 2026 തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഏകാധിപത്യപരമായ ഒരു ജനവിരുദ്ധ സർക്കാരിനെ അധികാരഭ്രഷ്ടമാക്കാൻ ജനങ്ങൾ കൈയും മെയ്യും മറന്ന് രംഗത്തിറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ചില എല്ലാ രാഷ്ട്രീയ പാർട്ടിയും, ഇപ്പോൾ CPM അണികൾ ഉൾപ്പെടെ, ഈ സർക്കാരിനെ തുടരാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് അവരൊരു ഉറച്ച തീരുമാനം അവരെടുത്തിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ എന്ന് ഞാൻ പറഞ്ഞത്. ഈവൻ BJPയുടെ അണികൾ പോലും ഈ സർക്കാർ തുടരാൻ അവർ അനുവദിക്കില്ല എന്ന് അവർ ഉറപ്പാക്കിയിരിക്കുന്നു. അപ്പോൾ 2006 ഇതിൻ്റെ ഒരു ചെറിയ രൂപം നമ്മൾ കണ്ടെങ്കിൽ 2026 ഇതിൻ്റെ ഒരു വലിയ വികസിത രൂപം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു ചെറിയ പ്രതിഫലനമാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്.
പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ UDF വിജയം നേടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ജനങ്ങളുടെ ഇടപെടലായിരുന്നു. ജനങ്ങൾ ഈ ഗവൺമെന്റിനെതിരെ അടിച്ചൊരടിയായിരുന്നു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെ UDF വിജയവും. അതിനേക്കാളൊക്കെ ഒരു ഉയർന്ന തലത്തിലേക്ക് പീപ്പിൾ അറ്റ് ലാർജിൻ്റെ, ജനങ്ങളുടെ, പബ്ലിക് അറ്റ് ലാർജിൻ്റെ ഒരു വലിയ തോതിലുള്ള ഇടപെടൽ വളരെ കൃത്യമായി തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് 2026 ഏപ്രിൽ 9 നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ്. 2006 അപേക്ഷിച്ച് സാധാരണ ജനങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നേരിട്ടിടപെടാനുള്ള വലിയ അവസരങ്ങൾ 2026 സാമൂഹ്യ മാധ്യമങ്ങൾ, ആ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ജനങ്ങൾക്ക് വ്യാപകമായി തെരഞ്ഞെടുപ്പിൽ ഇടപെടാനുള്ള അവസരം ഇപ്പോൾ ഒരുങ്ങിയിരിക്കുകയാണ്. അപ്പം ഞാൻ പൊതുപ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ എനിക്ക് പോലും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ 12,500-ലധികം വീഡിയോകളാണ് എനിക്ക് ചെയ്യാൻ കഴിഞ്ഞത്. ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഒരു മുഖ്യ ഘടകമായി ഞാൻ 2026 മാറിയിട്ടുണ്ടെങ്കിൽ അത് സാമൂഹ്യ മാധ്യമങ്ങളുടെ സ്വാധീനമാണ്. അത് യൂട്യൂബ് ചാനൽ ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്. അതുപോലെ തന്നെ പൊതുജനങ്ങൾക്ക് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നേരിട്ട് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഇടപെടാനുള്ള അവരുടെ അവസരം അവർ വളരെ ശക്തമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. ഒരർത്ഥത്തിൽ ഒരുപക്ഷെ UDF എന്ന് പറഞ്ഞ സംവിധാനം, അല്ലെ കോൺഗ്രസ് എന്ന് പറഞ്ഞ സംവിധാനം സുസംഘടിതമായി നടത്തിക്കൊണ്ടിരിക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളെക്കാളൊക്കെ ശക്തമായിട്ടുള്ള പ്രചരണം കേരളത്തിലെ പൊതുജനം ഈ സർക്കാരിനെ ആട്ടിപ്പായിക്കാൻ വേണ്ടി അവരുടെ തന്നെ നേതൃത്വത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നടത്തുന്ന പ്രചരണമാണ് എന്ന് നമുക്ക് കാണാം. ഇപ്പോൾ ഫേസ്ബുക്കിലൂടെ നടത്തുന്ന പ്രചരണം, യൂട്യൂബിലൂടെ അവർ നടത്തുന്ന പ്രചരണം, അവർ ഇൻസ്റ്റാഗ്രാമിലൂടെ അവർ നടത്തുന്ന ഇടപെടൽ, അവരാരോടും പറഞ്ഞിട്ടൊന്നുമല്ല. അവരുടെ മുന്നിൽ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഈ 10 വർഷം അധികാരത്തിലിരിക്കുന്ന ഈ ഏകാധിപത്യ ഭരണം പോകണം. ചോദ്യം ചോദിച്ചാൽ വീട്ടിൽ പോയി ചോദിക്കുക എന്ന് പറയുന്ന ഈ ഭരണത്തിനെ ആട്ടിപ്പായിക്കണം. ചോദ്യം ചോദിക്കുന്ന ജനങ്ങളെ ചവിട്ടി മെതിക്കുന്ന ഈ സർക്കാരിനെ ആട്ടിപ്പായിക്കണം. ജനാധിപത്യത്തെ ചവിട്ടി മെതിക്കുന്ന ഈ സർക്കാരിനെ ആട്ടിപ്പായിക്കണം. അഴിമതിയിൽ മുങ്ങിക്കുളിച്ച, സ്ത്രീ പീഡനത്തിൽ അഭിരമിക്കുന്ന, 5000 സ്ത്രീകളുമായി ബന്ധപ്പെട്ടു എന്ന് പറഞ്ഞ ആളെ മന്ത്രിയാക്കിയിരിക്കുന്ന, ഭൂമി കൊള്ളയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന, മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തുന്ന ഈ സർക്കാരിനെ ആട്ടിപ്പായിക്കണമെന്നുള്ള ജനങ്ങളുടെ ഒരു ആർജവം, ഇച്ഛാശക്തി, അത് ഈ തെരഞ്ഞെടുപ്പിൽ വളരെ വളരെ പ്രകടമാണ് സുഹൃത്തുക്കളെ. നമ്മളത് യൂട്യൂബ് എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും, നമുക്ക് ഫേസ്ബുക്ക് എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും, നമുക്ക് ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കിയാൽ കാണാൻ കഴിയും. അതിലൊക്കെ തന്നെ അതുപോലെ തന്നെ AI ജനറേറ്റഡ് ആയിട്ടുള്ള ഉള്ളടക്കം, എന്തുമാത്രം AI ജനറേറ്റഡ് ഉള്ളടക്കമാണ് നമുക്കിപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ കാണാൻ കഴിയുന്നത്. അതിൽ 1% ഈ പറഞ്ഞ പോലെ പാർട്ടികൾ ചെയ്യുന്നതായിരിക്കും, പക്ഷെ വലിയൊരു ശതമാനം ജനങ്ങൾ സ്വയമേ തന്നെ ജനങ്ങൾ സാമൂഹ്യ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്യുന്ന എത്രയോ നൂറുകണക്കിന് AI കണ്ടന്റ് നമുക്ക് കാണാൻ കഴിയും. അതെല്ലാം ഈ സർക്കാരിനെതിരാണ്. ഒരു 90% ഈ സർക്കാരിനെതിരാണ് എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ എൻ്റെ പല വീഡിയോകളിലും പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയകളിൽ ജനം അസർട്ട് ചെയ്യുന്ന ഒരു രീതി, ഈ ഗവൺമെൻറ്റിനെതിരെ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളിൽ തൃപ്തിയും വിശ്വാസവും പോരാഞ്ഞ് ഈ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഗവൺമെൻറ്റിനെ ആട്ടിപ്പായിക്കാൻ, അധികാരത്തിൽ നിന്ന് നിഷ്കാസിതമാക്കാൻ ജനങ്ങൾ നടത്തുന്ന വലിയൊരു ഇനിഷ്യേറ്റീവ്, അതാണ് ഈ തെരഞ്ഞെടുപ്പിനെ വ്യത്യസ്തമാക്കുന്നത്. ഇത് 2006 തെരഞ്ഞെടുപ്പിൻ്റെ ഒരു വലിയ വികസിത രൂപമായി നമുക്ക് ഈ തെരഞ്ഞെടുപ്പിലെ ജനങ്ങളുടെ ഇടപെടലിനെ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് UDF ഒരുപക്ഷെ ആർജവത്തോടുകൂടി, ഇച്ഛാശക്തിയോടുകൂടി ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് ജനങ്ങളാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ജനങ്ങൾ, അതിലെല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും പെട്ട നേതാക്കന്മാർ ആണ്. ഇംഗ്ലീഷിൽ നമ്മൾ പറഞ്ഞാൽ കട്ടിങ് അക്രോസ് പൊളിറ്റിക്കൽ പാർട്ടീസ് എന്ന് പറഞ്ഞതുപോലെ ജനങ്ങൾ, ചെറുപ്പക്കാർ, മിഡിൽ ക്ലാസ്, പ്രായമായവർ, പുരുഷന്മാർ, സ്ത്രീകൾ, അവരൊക്കെ തന്നെ അവരുടേതായ രീതിയിൽ ഈ പിണറായി വിജയൻ്റെ ഈ ഏകാധിപത്യ ഭരണം, ഈ റുത്ലസ് ആയിട്ടുള്ള ഭരണം, ഈ ക്രൂരമായിട്ടുള്ള ഭരണം അവസാനിപ്പിക്കാനുള്ള പ്രവർത്തനത്തിലാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എനിക്ക് തോന്നുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഇടതുപക്ഷം നേരിടാൻ പോകുന്ന ഒരു പരാജയം ഒരുപക്ഷെ 2001 ഇടതുപക്ഷം നേരിട്ട ഒരു പരാജയത്തിന് തുല്യമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ 2001 തെരഞ്ഞെടുപ്പിനെ കുറിച്ചിട്ടൊന്ന് ചിന്തിക്കണം. 1996 ഇരുന്ന നായനാർ സർക്കാരുണ്ട്. ആ നായനാർ സർക്കാർ ഇന്നത്തെ ഗവൺമെൻറ്റുമായിട്ട് നോക്കുമ്പോഴത്തേക്ക് വളരെ വളരെ ഭേദപ്പെട്ട ഒരു ഗവൺമെൻറ്റായിരുന്നു.
1996 2001 ഗവൺമെൻറ്. അന്ന് ജനകീയാസൂത്രണം ഒക്കെ നടപ്പിലാക്കിയ ഒരു ഗവൺമെൻറ്റാണ്. വികേന്ദ്രീകരണത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യയിൽ ഏറ്റവും മാതൃകയായ ഒരു പ്രവർത്തനം എന്നൊക്കെ പറഞ്ഞ് നടത്തിയ ആ പ്രവർത്തനം നടത്തിയ ഗവൺമെൻറ് 2001 തോറ്റമ്പയത് നമ്മൾ കണ്ടു. അന്ന് എ കെ ആന്റണി ആയിരുന്നു പ്രതിപക്ഷ നേതാവ്. എ കെ ആന്റണി നേതൃത്വത്തിൽ വലിയ പ്രതിപക്ഷ പ്രവർത്തനമൊന്നും നടന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. അന്ന് ജനകീയാസൂത്രണവുമായി UDF-ലെ ഘടകകക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗ് സഹകരിച്ചത് നമ്മൾ കണ്ടു. എന്നിട്ടും 2001 തെരഞ്ഞെടുപ്പിൽ എന്താ സംഭവിച്ചതെന്ന് ആലോചിച്ച് നോക്കും നമ്മൾ. 2001 99 സീറ്റിലാണെന്ന് UDF അധികാരത്തിൽ വന്നത്. 99 സീറ്റിൽ. അന്നാണ് കേരളത്തിൽ കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടിയത്. 62 സീറ്റിലാണ് അന്ന് കോൺഗ്രസ് ജയിച്ചത്. 71 സീറ്റാണ് ഭൂരിപക്ഷം. 62 സീറ്റിൽ കോൺഗ്രസ് ജയിച്ചു. അപ്പോൾ അതുപോലുള്ള തെരഞ്ഞെടുപ്പാണ് 2001 നടന്നത്. അതിന് സമാനമായിട്ടുള്ള ഒരു ഫലം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായാലും അത്ഭുതപ്പെടാനില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ഈ ഫലമുണ്ടായാൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദികൾ കേരളത്തിലെ ജനങ്ങളായിരിക്കും. വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട, അതിൽ പെടാത്ത നിഷ്പക്ഷരായിട്ടുള്ള പുരുഷന്മാർ, സ്ത്രീകൾ, വിദ്യാർത്ഥികൾ, മിഡിൽ ക്ലാസ്സിലുള്ളവർ, അവരായിരിക്കും അതിന് ഉത്തരവാദികൾ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അവരാണ് ഈ ഗവൺമെൻറ് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പ്രവർത്തനത്തിൽ സ്വതന്ത്രമായി അവരെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ് പ്രത്യേകിച്ച് സാമൂഹ്യ മാധ്യമങ്ങൾ വിശദമായി പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്.